പഞ്ചസാരയിൽ നിന്ന് നമ്മളെ ഒരു 3 കൂട്ടാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓരോ ഉച്ചക്കലത്തേക്കുള്ള ആഹാരത്തിന് കൂട്ടാൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നൊന്ന് വെക്കാം. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നു. ഓക്കെ, ഞാൻ 2 ചീനിച്ചട്ടി, ഇപ്പം നമ്മുടെ 2 ചീനിച്ചട്ടിയിലും നമ്മൾ ഈ ചീനിച്ചട്ടി ഇച്ചിരി ഉഴുന്നിട്ട് നമ്മളെ കാബേജ് ഇതേണ്ട ഇങ്ങനെയില്ല കുഞ്ഞായിട്ട് നമ്മൾ അന്ന് അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന അതിനകത്തിട്ടാണ് ഞാൻ ഇത് ഇത്രയും കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ 2-3 വറ്റൽമുളകും ഇട്ടു, ഒരു ശകലം കരിയാപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട്, എന്നിട്ട് നമുക്ക് ഇതെടുത്ത് അങ്ങോട്ട് ഇടാം. ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇതെടുത്ത് നമുക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് തല്ലിപ്പൊത്തി വെക്കാം. തോരൻ്റെ അവിടെ കിടന്ന് വേവിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചു, നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി. പിന്നെ നമ്മൾ ഇതേണ്ട വഴുതനങ്ങ, വലിയ വഴുതനങ്ങ വെച്ച് വട്ടത്തിലരിഞ്ഞ് ഒരു ശകലം മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഉപ്പും കൂടെ വെച്ച് തേച്ച് നമ്മളിത് ഇവിടെ വെച്ചേക്കാം. മീൻ മറക്കുന്ന പോലെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് എടുത്തൊന്നില്ല. ഒരു മുറി തേങ്ങായും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ഇട്ട് ചതച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ടൊന്ന് തല്ലിപ്പൊത്തി വെക്കാം. അപ്പം നമ്മളിതൊന്ന് തല്ലിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കിതൊന്നും തുറന്നു നോക്കാം. അപ്പം നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പം നമ്മുടെ തോരൻ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ തോരനെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. കാബേജ് തോരൻ എല്ലാം റെഡിയായി. ഇനി നമുക്ക് എടുത്തില്ല, ഞാൻ ഒന്നുകൂടെ ഒന്ന് തുറന്ന് വെച്ചൊരു 2 മിനിറ്റ്. നമ്മുടെ ഇത് വറുത്ത് നമുക്ക് ഇനി കോരിയെടുക്കാം.